അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഫുഡ് സ്പോട്ട് എന്ന് പറയുന്നത് സൗത്ത് പാർക്ക് ഹോട്ടലിൻ്റെ ഓപ്പോസിറ്റുള്ള യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ സൈഡിലുള്ള പാനിപൂരി ഷോപ്പിലാണ് കേട്ടോ. സോ അത് നല്ല വൃത്തിയുള്ള ഷോപ്പാണ് കേട്ടോ. സോ അവിടെ ഗ്ലാസ് ഒക്കെ ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. സോ അതുകൊണ്ട് ഒരുപാട് പൊടിയൊന്നും അടിക്കാത്തൊന്നുമില്ല കേട്ടോ. സോ നമ്മളവിടെ ചെന്നപ്പോൾ തന്നെ അവർ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ കേട്ടോ. സോ അപ്പോൾ അവിടെ മൊമോസ് ഹബ് എന്നാണ് അതിൻ്റെ പേര് കേട്ടോ. മൊമോസും എല്ലാം ഉണ്ട് കേട്ടോ. സോ അപ്പോൾ നമ്മളൊരു ദഹൽപൂരിയാണ് ഓർഡർ ചെയ്തത് കേട്ടോ. അവിടെ പലതരം നോർത്ത് ഇന്ത്യൻ ഐറ്റംസും ഉണ്ട് കേട്ടോ. സോ അപ്പോൾ ദേവിക അവിടെ ഇരുന്ന് പടം വരച്ച് തുടങ്ങി കേട്ടോ. സോ എന്തായാലും ലൈവായിട്ട് പുള്ളിക്കാർ പടം വരയ്ക്കുന്ന സമയത്തുണ്ട് അവന്മാരതെല്ലാം സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ദഹൽപൂരിയാണ് നമ്മൾ ഓർഡർ ചെയ്തത്. സോ അപ്പോൾ ഇത് നമുക്ക് ആദ്യം ഈ ക്രിസ്പി ആയിട്ടുള്ള പൂരിക്കകത്ത് നമ്മുടെ ഈ ഉരുളക്കിഴങ്ങ് ഉണ്ടാക്കിയ മസാല സ്റ്റഫ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊരു 7 ഐറ്റം ഉണ്ട് കേട്ടോ. സോ അത് 7 ആയിട്ടും ഉള്ളതാണ് നമുക്ക് ഉള്ളത്. സോ അതെല്ലാം അതിൻ്റെ അകത്ത് ആദ്യം പുള്ളി സ്റ്റഫ് ചെയ്യണം കേട്ടോ. സോ അത് നമ്മൾ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഹോം മെയ്ഡ് സാധനമാണെന്ന് മനസ്സിലായി കേട്ടോ. സോ നല്ല ക്ലീൻ ആൻഡ് ഹൈജീനായിട്ടാണ് ഇവരെല്ലാ കാര്യങ്ങളും ഇവിടെ ചെയ്യുന്നത് കേട്ടോ. നമുക്കത് കണ്ടപ്പോഴേ മനസ്സിലായി കേട്ടോ. അങ്ങനെയാണ് നമ്മളവിടെ പോയത് കേട്ടോ. സോ പുള്ളി ആദ്യം ഇതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷമാണ് പിന്നെ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് കേട്ടോ. സോ അപ്പോൾ ഉള്ളി അതിൻ്റെ അകത്ത് ഇടും കേട്ടോ. പിന്നെ നമ്മൾ ഉള്ളിയാണ് ഇടുന്നത്. അത് കഴിഞ്ഞിട്ട് കുറച്ച് തക്കാളിയും കൂടെ ആഡ് ചെയ്യും കേട്ടോ. സോ തക്കാളി ഇതെല്ലാം കൂടെ ആഡ് ചെയ്തിട്ടാണ് പിന്നെയാണ് ഇവരുടെ സോസ് എല്ലാം കൂടെ ആഡ് ചെയ്യുന്നത് കേട്ടോ. സോ പുതിന മിൻറ്റുള്ള ഒരു സോസാണ് ആദ്യം കേട്ടോ. അത് നല്ല ഫ്രഷ് ആയിരുന്നു കേട്ടോ. നമ്മൾ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കേട്ടോ. സോ ഇതെല്ലാം അതിൻ്റെ അകത്തോട്ട് ആഡ് ചെയ്തതിന് ശേഷം പിന്നെയാണ് നമ്മുടെ സോസ് ആഡ് ചെയ്യുന്നത് കേട്ടോ. അതും പുള്ളിയൊക്കെ വെച്ചിട്ടുള്ള സോസാണ് കേട്ടോ. സോ കുറച്ചുകൂടെ നല്ല മധുരവും ഇതുള്ളതാണ് കേട്ടോ. അതിനുശേഷം ലസ്സി സോസും കൂടെ ഒഴിച്ചു കേട്ടോ. അതുകൂടെ ലസ്സി സോസ് കൂടെ ഒഴിക്കുമ്പോഴായിരിക്കും കുറച്ചുകൂടെ മൗത്ത് വാട്ടറി ആയിട്ടുള്ളൊരു ദഹൽപൂരി നമുക്ക് കിട്ടുന്നത് കേട്ടോ. സോ അതിനുശേഷം അവസാനം കൂടെ ഒരു സോസ് ഒഴിച്ചതിന് ശേഷം കുറച്ച് മിക്സ്ചർ കൂടെ ആഡ് ചെയ്തതിന് ശേഷം നമ്മുടെ കയ്യിലോട്ട് ഇങ്ങ് തരും കേട്ടോ. അങ്ങനെ നമ്മുടെ സാധനം കൈ കിട്ടിയിട്ടുണ്ട് കേട്ടോ. സോ വായിൽ വെള്ളം ഊറുന്ന രീതിയിലുള്ള സാധനമാണ് കേട്ടോ. സോ ഇത് കഴിച്ചു നോക്കി കേട്ടോ. കഴിച്ചു നോക്കിയപ്പോൾ തന്നെ കിടു ടേസ്റ്റ് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത ഇത് കേട്ടോ. ഈ പറഞ്ഞ ലസ്സിയുടെയും പിന്നെ ഈ ഉരുളക്കിഴങ്ങിൻ്റെ എല്ലാം ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. കിടുവായിരുന്നു.